ഇതിനു മുമ്പ് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നാടൻ രീതിയിൽ എങ്ങനെ മീൻ പൊള്ളിച്ചെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഞാനിവിടെ ഔട്ട്ഡോറിൽ ചാർക്കോളം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഇല്ലാത്തവർക്ക് ഓവനിൽ ചെയ്തെടുക്കാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. പച്ചമുളക് 6 എണ്ണം, കുരുമുളക് 3 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കറിവേപ്പില കുറച്ച്, ചെറുനാരങ്ങ 1 എണ്ണം, ഉപ്പുപൊടി ആവശ്യത്തിന്, ഇഞ്ചി 1 കഷ്ണം, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിയില കുറച്ച്, വെളുത്തുള്ളി 10 അല്ലി, ചെറിയ ഉള്ളി 20 അല്ലി, വെളിച്ചെണ്ണ ആവശ്യം. ഈ അയില ഇവിടെ എനിക്ക് ഇന്ന് കിട്ടിയേക്കുന്നത് അയിലയാണ്. അയില 11 എണ്ണം. കല്ലെടുക്കുക. ആ കല്ലിലേക്ക് നമ്മൾ ആദ്യം കുരുമുളക് ഇടുക. കുരുമുളക് നന്നായിട്ട് ഇടിക്കുക, നല്ലോണം പൊടിയണം കുരുമുളക്. അതിനുശേഷം ഇഞ്ചി ഇടുക. ഇഞ്ചി നന്നായിട്ട് ഇതിലേക്ക് ഇടിച്ച് ചേർക്കുക. പിന്നെ വെളുത്തുള്ളിയും നന്നായിട്ട് ചേർക്കുക, ഇടിച്ച് ചേർക്കുക. ഇതിലേക്ക് വെളുത്തുള്ളി നന്നായിട്ട് മിക്സ് ചെയ്യണം, നന്നായിട്ട് പൊടിച്ച് ചേർക്കുക. ചെറിയുള്ളി നമ്മൾ എടുത്ത് വെച്ചില്ല, ആ ചെറിയുള്ളി 20 എണ്ണം അതിലേക്ക് ആഡ് ചെയ്തു. നന്നായിട്ട് ഇടിച്ച് ചേർത്തുകൊണ്ടിരിക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പച്ചമുളക്, നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കുക. പച്ചമുളകും ഇതൊക്കെ കൂടി എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പില, നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർക്കുക. പിന്നെ മല്ലിയില ആഡ് ചെയ്യുക. അതിലേക്ക് മല്ലിയിലയും എല്ലാം കൂടി കൂട്ടി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഇതിലേക്ക് പൊടിച്ച് ചേർക്കും. ഇപ്പം നോക്കിയാൽ നല്ല ഇതായിട്ടുണ്ട്. നല്ലോണം എല്ലാം കൂടി അരിഞ്ഞ് നന്നായിട്ട് ചേർന്നുണ്ട് അതിലേക്ക്. ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്യുക. ചെറുനാരങ്ങ നീര്, ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ചെറുനാരങ്ങ നീര്, സ്വല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കുക.
മീൻ എടുക്കുക. മീനിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് എല്ലാം കൂടി നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. പുരട്ടി ഓരോന്നും എടുത്ത് സെപ്പറേറ്റ് നന്നായിട്ട് അതിലേക്ക് ഇത് തേച്ച് കൊടുക്കണം. എന്നിട്ട് അരമണിക്കൂർ ഈ മീൻ അങ്ങനെ തന്നെ വെക്കുക. അതെന്താ വെച്ചാൽ ഈ പേസ്റ്റൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞാനിത് അരമണിക്കൂർ വെച്ചു. ഇനി ഒരു ഇല, 2 തൂശൻ ഇല വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തേക്ക് ഞാൻ ഈ മീൻ ഓരോന്നായിട്ട് എടുത്ത് വെക്കുകയാണ്. എടുത്ത് വെച്ചിട്ട് ആ ബാക്കിയുള്ള എല്ലാ പേസ്റ്റും എല്ലാം അതിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞതിന് ശേഷം ഈ ഇല വാട്ടിയ ഇലയിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുക. വാഴയിലുണ്ട് വാഴയുടെ ഒരു ഇതെടുത്തിട്ട് നന്നായിട്ട് മുറുക്കി കെട്ടുക. ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് മുറുക്കി കെട്ടുക. ഇങ്ങനൊരു പൊതി പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിവിടെ ചെയ്യാൻ പോകുന്നത് ചാർക്കോൾ ഉപയോഗിച്ചിട്ട് കണലിൽ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ പൊതിഞ്ഞ് വെച്ച പൊതി ഇതിലേക്ക് കണലിലേക്ക് വയ്ക്കുകയാണ്. അത് വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും മറിച്ചിട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചു വിടണം. തിരിച്ച് മറിച്ചിട്ട് നല്ലോണം പൊള്ളിച്ചെടുക്കും. നല്ല കണലുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡിയാക്കാം. നമ്മുടെ കണലിൽ ചുട്ട മീൻ റെഡിയായി കഴിഞ്ഞു. അത് അവിടെ നിന്ന് എടുത്ത് പാത്രത്തിലേക്ക് വയ്ക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.